ഇപ്പോഴാണ് തുടങ്ങിയത്. സോറി, എൻ്റെ കൂടെയുള്ള ജിറ്റിയാണ്. ജിറ്റി എല്ലാവരും ജിറ്റിക്ക് എല്ലാവരെയും അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആരും അറിയണ്ടാവില്ല ജിറ്റി ആരാത്. സോ ഇതാണ് ജിറ്റി. പക്ഷെ ഞങ്ങൾ ജിറ്റിനെ കുറിച്ച് സംസാരിക്കാനല്ലോ ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഞ്ജു ചേച്ചിനെ കുറിച്ചാണ്. ഓക്കെ, സോ അഞ്ജു ചേച്ചിയുടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മൾ പറയാൻ പോകുന്നത് അൺബോക്സിങ്ങിനെ കുറിച്ചല്ല, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഞ്ജു ചേച്ചിന്റെ വിട പറയലാണ്. 5 വർഷം നമ്മുടെ കൂടെ എന്തിനും ഏതിനും കൂടെ നിന്നിരുന്ന അഞ്ജു ചേച്ചി. ഞാൻ സംസാരിച്ചോ. സോ അഞ്ജു ചേച്ചിയുടെ അവസാന നിമിഷങ്ങളിലൂടെയാണ് അഞ്ജു ചേച്ചി കടന്നു പോകുന്നത്. ചേച്ചി ഒരു 25+ ഗേൾ ആണെന്ന്, പക്ഷെ ഒരിക്കലും ഡ്വാർഫിസം എന്ന് പറഞ്ഞ ഒരു അസുഖം കാരണം പൊക്കം വളർച്ച മുരടിച്ചു പോയതാ. അപ്പൊ വിചാരിക്കും അപ്പുറത്ത് ഈ പറഞ്ഞ ആള് പൊക്കം കൂടുതലായിരിക്കും, പക്ഷെ അതുമല്ല, അത് അതിന്റെ വേറെ വേർഷനാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് അതെ, ഇതൊക്കെയാണ് ബാംഗ്ലൂർ കാഴ്ചകൾ. ഹണിമൂണിന് വരാൻ പറ്റിയ സ്ഥലമാണിത്. അതെ, ചിലവർ ഹണിമൂണിന് വേണ്ടി വരുന്ന. അതെ, സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. പോലീസൊക്കെ ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ ആണ്. CAF-കാര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലോ നടക്കുന്നത്, അത് ഇവിടുത്തെ ഇൻഫോസിസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓ മോനെ, എൻട്രി ഋത്തിക്. വ്ലോഗല്ല വ്ലോഗ്. സന്ദീപിനെ കുറെ ഇവര് ഉള്ളു തമാശ ഇന്ന് ന്യൂയോർക്കിലുള്ള ആളാണ്. ഞാൻ സന്ദീപിനെ ന്യൂയോർക്കിലുള്ള അതാണ് ഭാഷ.